എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായി ഡേറ്റിങ്ങിന് പോകുന്നവർ, ഇപ്പോൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എല്ലാവരും യങ്സ്റ്റേഴ്സ് എല്ലാവരും ഡേറ്റിങ്ങിന് പോകുന്നത് ഒരു ഫാഷനാണ് ഇക്കാലത്ത്. അപ്പോൾ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. പക്ഷേ ആദ്യമായി ഡേറ്റിങ്ങിന് പോകുന്ന യങ്സ്റ്റേഴ്സ് അവർ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, ഏതൊക്കെ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാനിതിൽ ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയുന്ന വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായും കാണുക. എന്നിട്ട് നിങ്ങൾ ഇതിനെ ഞാൻ ഈ പറയുന്ന 10 പോയിന്റുകളെ നല്ല രീതിയിൽ അപ്ലിക്കബിൾ ആക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡേറ്റിങ്ങിന് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട 10 പോയിന്റുകൾ, അതാണ് ഈ വീഡിയോയുടെ വിഷയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർച്ചയായ നോട്ടിഫിക്കേഷൻസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ആദ്യമായി ഡേറ്റിങ്ങിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട 10 പോയിന്റുകൾ. ഒന്നാമത്തെ പോയിന്റ്, എപ്പോഴും ലോ പ്രഷർ ആക്ടിവിറ്റീസുമായി നിങ്ങൾ ആദ്യം മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ. ഒന്ന്, ഒരു വാക്കിങ്ങിന് പോകുന്നത്. ഡേറ്റിങ്ങിൽ നിങ്ങളുടെ കൂടെ വരുന്ന പങ്കാളിയുടെ കൂടെ ചെറിയ പാർക്കിൽ ഒരു വാക്കിങ്ങിന് പോവുകയോ, ഒരു സിനിമയ്ക്ക് പോവുകയോ, ഏതെങ്കിലും ഒരു മ്യൂസിയത്തിൽ പോയി വിസിറ്റ് ചെയ്യുകയോ, അതുമല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പിൽ ചെറിയൊരു കോഫി കുടിച്ചുകൊണ്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയോ, വളരെ സിമ്പിളായ നല്ല ആംബിയൻ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഒരു വലിയ ടാസ്കിലേക്കല്ല പോകുന്നത് എന്നും, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുവാനും ഈ ഒരു സിമ്പിളായിട്ടുള്ള ആക്ടിവിറ്റീസ്, സിമ്പിൾ ടാസ്കുകൾ നിങ്ങളെ സഹായിക്കും. ഈ പാർട്ട്ണർ, അതായത് നിങ്ങളുടെ കൂടെ വരുന്ന പങ്കാളി ആരായാലും ഉടനെ ഫ്യൂച്ചർ പാർട്ട്ണറാണ് അല്ലെങ്കിൽ ഫ്യൂച്ചർ പാർട്ട്ണറായി വരും എന്ന് കാണാതെ സിമ്പിൾ ഒരു ഫൺ ആക്ടിവിറ്റിക്ക് വേണ്ടി കൊണ്ടുപോകുന്നതായി കാണുക. സിമ്പിൾ ഫൺ ആക്ടിവിറ്റി, അതായത് നമ്മളിപ്പോൾ പോകുന്നത് ഒരു മ്യൂസിയം കാണാനോ, അല്ലെങ്കിൽ ചായ കുടിക്കാനോ, ഒരു കാപ്പി കുടിക്കാനോ, അതുമല്ലെങ്കിൽ വളരെ സിമ്പിളായ ഒരു പാർക്കിലൂടെ ഇങ്ങനെ നടക്കാനോ, കുറച്ച് തമാശകൾ പറയാനോ, പരസ്പരം ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാനോ ഒക്കെയാണ് എന്ന് തീരുമാനിക്കുക. അതല്ലാതെ എല്ലാം അവരുടെ മുമ്പിൽ തുറന്ന് കാണിക്കുന്ന തരത്തിലുള്ള, ഇനി അങ്ങോട്ട് ഭാവിയിൽ ഈ വരുന്ന ആളായിരിക്കും എൻ്റെ പാർട്ട്ണർ എന്നുള്ള രീതിയിലുള്ള ചിന്ത ഒരിക്കലും പാടില്ല. ഇത് നടന്നില്ലെങ്കിലും വിഷമിക്കാൻ പാടില്ല എന്നപ്പം അത് അടുത്ത പോയിന്റിൽ വരും. അടുത്തത്, നിങ്ങളുടെ സേഫ്റ്റി വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന കാലമാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ സേഫ്റ്റി വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തീർച്ചയായും പബ്ലിക് പ്ലേസിൽ തന്നെ നിങ്ങൾ പോകണം. കുറേയധികം പബ്ലിക് ഉള്ള സ്ഥലത്ത് മാത്രമേ നിങ്ങൾ ആദ്യത്തെയോ രണ്ടാമത്തെയോ ഡേറ്റിംഗ് ഫിക്സ് ചെയ്യാവൂ. അതിനുള്ള കാരണം ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി ആയി വരാം. അതുകൊണ്ട് ദയവ് ചെയ്ത് സാഹചര്യം എപ്പോഴും പബ്ലിക് പ്ലേസിൽ ആകുന്നതാണ്. 1, 2, 3 ഡേറ്റിംഗ് പബ്ലിക് പ്ലേസിൽ ആകുന്നതാണ് ഉചിതം. നിങ്ങൾ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ആൾ പറയുന്നത് ശ്രദ്ധിക്കുവാനുള്ള സാഹചര്യം നിങ്ങൾ സൃഷ്ടിക്കുക. അതായത് കേൾക്കുക എന്നർത്ഥം. അവർക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളിൽ അവർക്ക് കോൺഫിഡൻസ് വരുന്നു. അവർക്ക് പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങളെ അവർക്ക് പതിയെ പതിയെ അപ്പീൽ ചെയ്യാൻ തുടങ്ങുന്നു. നിങ്ങളുടെ പേഴ്സണാലിറ്റി അവർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം വരാം, രണ്ടുപേരും ഇതേ രീതിയിൽ ചിന്തിച്ചാലോ, മറ്റേയാൾ സംസാരിക്കട്ടെ എന്ന് ചിന്തിച്ചാലോ? അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അവരും ഇതേപോലെ ചിന്തിക്കുന്ന രീതിയിൽ കുറവ് സംസാരക്കാരാണ് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സ്ട്രാറ്റജി, ചെറിയ ചെറിയ പോയിന്റുകൾ ആദ്യമേ പ്രിപ്പയർ ചെയ്ത് വെക്കുക. എന്ത് സംസാരിക്കണം? കുറേ നേരം രണ്ടുപേരും മിണ്ടാതെ നിൽക്കുകയാണെങ്കിൽ, നടക്കുകയാണെങ്കിൽ, ഇരിക്കുകയാണെങ്കിൽ എന്ത് സംസാരിക്കണം എന്നുള്ളതിന് പോയിന്റുകൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അത് നമുക്കൊന്ന് ട്രിഗർ ചെയ്ത് കൊടുത്താൽ മതി, മറുപടി വന്നോളൂ. അടുത്ത പോയിന്റ്, നിങ്ങളെ ഒരു മാക്രോ പേഴ്സണാലിറ്റിയായി കാണിക്കണം എന്നുള്ള ഒരു സാഹചര്യം അവോയ്ഡ് ചെയ്യുക. നിങ്ങളൊരു സാധാരണ മനുഷ്യനാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കഴിവുകളുണ്ട്, നിങ്ങളുടേതായിട്ടുള്ള രീതികളുണ്ട്. അത് മാത്രമേ അവിടെ കാണിക്കാവൂ. അതായത് നിങ്ങൾ ആരാണോ, നിങ്ങൾ എന്താണോ അത് കൃത്യമായി അവിടെ പ്രദർശിപ്പിക്കുക. നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വലിച്ചു നീട്ടി കുറേ അധികം കൂടുതലാക്കി പറയുന്നതിനേക്കാൾ നല്ലത് ആക്ച്വലായി എന്താണോ അത് പറയുവാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളാണ്, നിങ്ങൾ നിങ്ങളായിരിക്കുക. നിങ്ങൾ എന്താണോ അത് മാത്രം അവിടെ അവതരിപ്പിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റാണ്. നിങ്ങളുടെ പ്രതീക്ഷകളെ നിങ്ങൾ എപ്പോഴും മാനേജ് ചെയ്യണം.
ഫസ്റ്റ് ഡേറ്റ് തന്നെ അടുത്ത ഡേറ്റിനും അതിനടുത്ത ഡേറ്റിനും ഒക്കെ വഴിവെക്കും എന്ന് ചിന്തിക്കുന്നത് പലപ്പോഴും സംഭവിക്കാറില്ല. ഒരുപക്ഷേ ഇത് അവസാനത്തെ ഫസ്റ്റും ലാസ്റ്റുമായിട്ടുള്ള ഡേറ്റ് ആവാം. ഇത് മുന്നോട്ട് പോകണം എന്നില്ല. നിങ്ങളുടെ എക്സ്പെക്റ്റേഷന് വിരുദ്ധമായിട്ടായിരിക്കും സംഭവിക്കുക. ആ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു പക്ഷേ എന്താണോ പ്രതീക്ഷിച്ചത് അതുപോലെ സംഭവിച്ചില്ല എന്ന് വരാം. ഇതൊന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, തളർത്താൻ പാടില്ല. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കും എന്ന് കൃത്യമായ ധാരണയോടുകൂടി മാത്രമേ ഡേറ്റിങ്ങിന് പോകാവൂ. ഡേറ്റിങ്ങിൽ കോൺഫിഡൻസ് വളരെയധികം ഇമ്പോർട്ടൻസ് പുലർത്തുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ എന്നുള്ള ചോദ്യം. ആ കോൺഫിഡൻസ് ബിൽഡപ്പ് ആക്കേണ്ടത് പല രീതികളിലുമാണ്. അതിനുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ മെക്കാനിസം, മെഷേഴ്സ്, മാനേജ്മെൻ്റ് എല്ലാം നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ അതിനേക്കാൾ പ്രധാനം ഈ ഡേറ്റിങ്ങിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ നടക്കുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ പ്രദർശിപ്പിക്കണം എന്നുള്ളതാണ്. ഒരു ചെറിയ സ്മൈൽ, നല്ലൊരു ഹാൻഡ് ഷേക്ക്, സ്ട്രോങ് ആയിട്ടുള്ള ഫേം ആയിട്ടുള്ള ഒരു ഹാൻഡ് ഷേക്ക്, ഒരു നല്ല ചിരി, പ്രോപ്പറായിട്ടുള്ള ഐ കോൺടാക്ട്, സംസാരിക്കുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന രീതി, ഒന്ന് ബോഡിയൊക്കെ ശരീരമൊക്കെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് സംസാരിക്കുന്ന രീതി, ഇതെല്ലാം നിങ്ങളുടെ കോൺഫിഡൻസ് വെളിപ്പെടുത്തും. അത്തരത്തിലുള്ള സംസാര പെരുമാറ്റ രീതികൾ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് എന്ന് നിങ്ങളുടെ പങ്കാളി കരുതുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കും. കൺവേഴ്സേഷൻ സ്റ്റാർട്ടേഴ്സ്, ചില സംഗതികൾ നിങ്ങൾ തുടങ്ങി വയ്ക്കാം. കുറേ നേരം അധികം സംസാരിക്കാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ എപ്പോഴും സംസാരിക്കണമെന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ നേരം സംസാരിക്കണമെന്നില്ല, കുറേയധികം സംസാരിക്കണമെന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നിശബ്ദത മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുവാനായി ആൾറെഡി ഏതെങ്കിലും 1, 2, 3 ടോപ്പിക്കിൽ ഈ കൺവേഴ്സേഷൻ, നിങ്ങളുടെ സംസാരം തുടർന്നു കൊണ്ടുപോകാനുള്ള ടോപ്പിക്ക് തയ്യാറാക്കി വയ്ക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ അവസാനമായി കണ്ട സിനിമ ഏതാണ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥം ഏതാണ്? നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും പെറ്റ്സ് ഉണ്ടോ? നിങ്ങളുടെ സഹോദരൻ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചോദിക്കാം. ഇതൊരു കൺവേഴ്സേഷൻ സ്റ്റാർട്ടറാണ്. നിങ്ങൾ കൺവേഴ്സേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി അവിടെ നിന്നും വരുന്നു എന്നുള്ള ഒരു മുൻവിധിയോടുകൂടി നമ്മൾ ഇതിനെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. നിശബ്ദതയ്ക്ക് വിരാമമിടാൻ നമുക്കിത് സഹായിക്കും. നിങ്ങളുടെ ഡേറ്റിംഗ് കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ഇത് സക്സസ് ആകുമോ? ഞാൻ ഇങ്ങനെയായിരുന്നോ സംസാരിക്കേണ്ടിയിരുന്നത്? ആ ചോദ്യത്തിന് ഞാൻ പറഞ്ഞ മറുപടി ശരിയായോ തെറ്റായോ? ഇത് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ? ഇത് സക്സസ് ആകുമോ? ഈ ഡേറ്റിംഗ് ഇനിയും അദ്ദേഹം എന്നെ തിരിച്ച് വിളിക്കുമോ? എന്നുള്ള തരത്തിലുള്ള ഓവറായിട്ടുള്ള ചിന്തകൾ ഈ ഡേറ്റിങ്ങിന് ശേഷം ഒഴിവാക്കുക. കാരണം ഇതൊരു കാഷ്വൽ മീറ്റിംഗ് ആയിരുന്നു. ഇത് ഫർദർ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമുക്ക് അടുത്ത മീറ്റിങ്ങിൽ വീണ്ടും മുന്നോട്ട് പോകാം. അതല്ലാതെ ഇത് സക്സസ് ആണ്, ഇത് വീണ്ടും സക്സസ് ആകണം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു കാരണവശാലും ചിന്തിക്കരുത്. കാരണം എക്സ്പെക്റ്റേഷൻസ് കൂടുമ്പോൾ ആങ്സൈറ്റിയും കൂടും. ഇത് മനസ്സിലാക്കുക. ഓരോ ഡേറ്റിംഗ് എക്സ്പീരിയൻസും ഓരോ എക്സ്പീരിയൻസ് ആണ് എന്ന് മനസ്സിലാക്കുക. അതിൽ നമ്മൾ തെറ്റുകൾ സംഭവിക്കാം, പാകപ്പിഴകൾ സംഭവിക്കാം, കോൺഫിഡൻസ് കുറയാം, സംസാരിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്യാം, ഫീൽ ചെയ്യാം. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടത് ആസ് എൻ എക്സ്പീരിയൻസ് ആണ്. അത് നമ്മുടെ ഫർദർ ഡേറ്റിങ്ങിന് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുവാൻ സഹായിക്കും. ഈ പോയിന്റുകളെല്ലാം മനസ്സിൽ വയ്ക്കുക. ഡേറ്റിങ്ങിന് പോവുക എന്ന് പറഞ്ഞത് ഞാൻ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും ഇനി ജീവിതത്തിൽ നിങ്ങളുടെ പങ്കാളി ഇവരാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ പോകരുത്. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പല തെറ്റുകളും വരുത്തും. അതുകൊണ്ട് സിമ്പിളായി കാണുക, ഞാനൊരു പുതിയ ഫ്രണ്ടിനെ കൂട്ടാൻ പോവുകയാണ്, എനിക്കൊരു പുതിയ ഫ്രണ്ട്ഷിപ്പ് ആവശ്യമാണ്, ആ ഫ്രണ്ട്ഷിപ്പിനായിട്ടാണ് ഞാൻ ഈ ഡേറ്റിങ്ങിന് പോകുന്നത് എന്നതാവണം നിങ്ങളുടെ കാഴ്ചപ്പാട്. സിമ്പിളായി കാണുക, നിങ്ങൾ സക്സസ് ആവും. ഈ വീഡിയോ കണ്ടതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.